കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഒരുങ്ങുക നാം. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഒരുങ്ങുക നാം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ചിന്താവിഷയമായിട്ട് ദൈവം നമ്മൾക്ക് നൽകിയത് സങ്കീർത്തനം 119 അധ്യായത്തിലെ 71 തിരുവചനം. നമ്മുടെയൊക്കെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ വചനത്തെ നമ്മളൊന്ന് അവലേഖനം ചെയ്യാൻ പോവുകയാണ്. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചു. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമാകുന്നത് എപ്പോഴാണ്? പ്രിയമുള്ളവരെ, ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നും ഇല്ലെങ്കിൽ നാം ദൈവത്തെ തന്നെ മറന്ന് ജീവിച്ചേന്. അത് അവിടെ പറയുന്നുണ്ട്. 67 വചനത്തിൽ പറയുന്നു, 119 സങ്കീർത്തനത്തില് 67 വചനം പറയുന്നു, കഷ്ടതയിൽ പെടുന്നതിന് മുമ്പ്, കഷ്ടത വരുന്നതിന് മുമ്പ്, എന്റെ ജോലി നഷ്ടപ്പെട്ടു പോകുന്നതിന് മുമ്പ്, എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുന്നതിന് മുമ്പ്, എനിക്ക് രോഗം വരുന്നതിന് മുമ്പ് അവിടെ പറയാണ് ഞാൻ വഴിതെറ്റിപ്പോയി. അപ്പൊ എല്ലാം എനിക്ക് സമൃദ്ധി ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ദൈവത്തെ അന്വേഷിച്ചില്ല, ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ജീവിച്ചു വന്ന ആ കാലഘട്ടത്തിലാണ് എനിക്ക് കഷ്ടതകളും ദുരിതങ്ങളും എന്നെ പിടികൂടിയതെങ്കിൽ ഓർത്തുകൊള്ളുക, ഇത് വരുന്നതിന് മുമ്പായി. 119 സങ്കീർത്തനത്തിലെ 67 വചനം പറയുകയാണ്, കഷ്ടതയിൽ പെടുന്നതിന് മുമ്പ് ഞാൻ വഴിതെറ്റിപ്പോയി, എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങയുടെ വചനം പാലിക്കുന്നു. അപ്പോൾ ഈ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നമുക്കുണ്ടായില്ലായിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഞാൻ ദൈവത്തിൽ നിന്ന് വളരെയേറെ ദൂരെ പോയെന്നെ. നമുക്കറിയാം, ഇന്ന് ഇത്രയും എന്നേക്ക് മുമ്പായിട്ട് പറഞ്ഞ ബ്രദേഴ്സൊക്കെ പറഞ്ഞ ഓരോ വചനങ്ങളും നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴമായിട്ട് പതിയുമ്പോൾ ഇന്ന് എൻ്റെ ജീവിതത്തിൽ വന്നേക്കുന്ന ദുരിതങ്ങള്, കഷ്ടപ്പാടുകള്, വേദനകളെ നിസ്സാരമായിട്ട് കാണാനായിട്ട് നമ്മളെല്ലാവരും പറയും. പക്ഷെ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റാത്തതിന്റെ കാരണം ഞാൻ കഷ്ടതയിൽ പെടുന്നതിന് മുമ്പ് ഞാൻ വഴിതെറ്റിപ്പോയി. ആ വഴിതെറ്റിനെ ഓർത്ത് നമ്മൾ അനുദപിക്കാറില്ല. വെളിപാടിന്റെ പുസ്തകം റെവലേഷൻ ചാപ്റ്റർ 16 വേഴ്സ് 11 വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നുണ്ട്,
അവരെ തങ്ങളുടെ വ്രണങ്ങളും കഷ്ടപ്പാടുകളും ഓർത്തുകൊണ്ട് അവിടെ വ്യക്തമായിട്ട് പറയുക. റെവലേഷൻ ചാപ്റ്റർ 16:11 പറയുകയാണ്, വേദനകളും വ്രണങ്ങളും അവർ മൂലം അവർ സ്വർഗ്ഗസ്ഥനായ പിതാവിനെ ദുഷിച്ചല്ലാതെ തങ്ങളുടെ പ്രവൃത്തികളെ ഓർത്ത് അനുദപിച്ചില്ല. ഇന്നത്തെ കാലഘട്ടത്തില് നമ്മളിലേക്കൊന്ന് തിരിഞ്ഞ് കഴിഞ്ഞകാല ജീവിതത്തില് ദൈവം എനിക്ക് തന്ന ആരോഗ്യം, ദൈവം എനിക്ക് തന്ന സമ്പത്ത്, ദൈവം എനിക്ക് ഓടിച്ചാടി നടക്കാനുള്ള കഴിവ് തന്നപ്പോഴേ ഞാൻ ദൈവത്തെ വേണ്ടുന്ന രീതിയിൽ അന്വേഷിക്കുകയോ ദൈവത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ ഞാൻ നട്ടോട്ടമോടി അവരുടെയും ഇവരുടെ ഉപദേശം ഞാൻ സ്വീകരിക്കാതെ പലരും എന്നെ ഗുണദോഷിച്ചപ്പോൾ, മാതാപിതാക്കൾ ഗുണദോഷിച്ചപ്പോൾ, സഹോദരങ്ങൾ ഗുണദോഷിച്ചപ്പോൾ, കൂട്ടുകാർ ഗുണദോഷിച്ചപ്പോൾ ഞാൻ എൻ്റെ വഴിയിൽ നിന്ന് പിന്മാറാൻ ഞാൻ തയ്യാറായില്ല. ഞാൻ കഷ്ടതപ്പെടുന്നതിന് മുമ്പ് വഴിതെറ്റിപ്പോയി. എന്നാൽ അത് നിമിത്തം നിനക്ക് ദുഷ്ടങ്ങൾ, കഷ്ടപ്പാടുകളും വേദനകളും ദുരിതങ്ങളും, നിന്റെ ജോലി നഷ്ടപ്പെട്ടു പോയി, നിന്റെ വിവാഹം നടക്കുന്നില്ല, നിനക്ക് രോഗം പിടിപെട്ടെങ്കില് നിനക്ക് അതിനു മുമ്പേ എത്രയോ അവസരം ദൈവം തന്നതായിരുന്നു. അപ്പം ദൈവകാര്യത്തിന് സമയമില്ല. അതുകൊണ്ട് ദൈവത്തെ മറന്ന് ജീവിച്ചപ്പോൾ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വേദനകളും എന്നെ പിടികൂടിയത്. അതുകൊണ്ട് ആ വേദനകളും വ്രണങ്ങളും മൂലം നീ സ്വർഗ്ഗസ്ഥനായ പിതാവിനെ ദുഷിച്ചു പറയുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളെ ഓർത്ത് നമ്മൾ എന്തുകൊണ്ട് അനുദപിക്കുന്നില്ല? അതുകൊണ്ടാണ് ന്യായാധിപന്റെ പുസ്തകത്തിലെ 6-ാം അധ്യായം 13-ാമത്തെ വചനം, ഇസ്രായേൽ മക്കൾക്കെതിരായിട്ട് മിദ്യാൻകാര് വളരെ ശക്തി ആർജിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കളോട് പോരാടിയപ്പോൾ അവരുണ്ടാക്കുന്ന ഫലങ്ങളെല്ലാം ഈ മിദ്യാൻകാര് ഫലം ഉണ്ടാകുമ്പോൾ അവരെടുത്തോണ്ട് പോകും. ആ സമയത്ത് ഗിദെയോൻ എന്ന് പറയുന്ന ഒരു മകൻ, അതാണ് ന്യായാധിപന്റെ പുസ്തകം, ഒന്ന് വായിച്ചു നോക്കണം, ജഡ്ജ്മെന്റ് ആണ്. ആ ന്യായാധിപന്റെ പുസ്തകത്തിൽ പറയുകയാണ്, ഗിദെയോൻ എന്ന് പറയുന്ന ഒരു ശക്തനും ധീരനുമായ മനുഷ്യൻ, അവൻ മിദ്യാൻകാർ കാണാതെ അവന് മുന്തിരിച്ചക്കില് ഗോതമ്പ് മെതിക്കുകയായിരുന്നു. അപ്പോഴാണ് ദൈവം വന്നിട്ട് പറയുകയാണ്, ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് പറയാണ്, അല്ലയോ ശക്തനും ധീരനുമായ മനുഷ്യ, കർത്താവ് നിന്റെ കൂടെ എന്ന് പറയുമ്പോൾ ആ ഗിദെയോൻ ചോദിക്കുകയാണ്, കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ ദുരിതങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നു എന്ന്. കർത്താവ് എന്തിയേ? ഇത് കണ്ടിട്ടും കർത്താവ് എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങള് ആ 13-ാമത്തെ വചനത്തിലുണ്ട്. ഇത് തന്നെയാണ് ഞാനും നിങ്ങളും പലപ്പോഴും ദുഃഖങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ ഞാൻ ഉപവസിച്ചില്ലേ, ഞാൻ പ്രാർത്ഥിച്ചില്ലേ, എന്നിട്ടും എന്തിയേ? കർത്താവ് എന്തിയേ? കർത്താവ് ഉണ്ടായിട്ട് ചില വ്യക്തികളൊക്കെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ഇനി പ്രാർത്ഥിക്കുന്നുമില്ല, ഇനി ഒന്നുമില്ല. പക്ഷെ ബൈബിളിലെ വചനം പറയുന്നു, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പം ക്ലേശത്തിന്റെ എല്ലാം കുടിക്കാൻ തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കയില്ല എന്ന് യെശയ്യ 30-ാം അധ്യായം 20-ാമത്തെ വചനം പറയുന്നുണ്ട്. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പം ക്ലേശത്തിന്റെ ജലം കുടിക്കാൻ തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നില്ല. നിന്റെ നയനങ്ങൾ നിന്റെ കർത്താവിനെ കാണണം. അത് നീ ദൈവത്തെ നോക്കിയിട്ടില്ല, ഈ ദൈവത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയത് കൊണ്ടല്ലേ. നിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, നിന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, നിന്റെ ജോലി നഷ്ടപ്പെട്ടു, കുടുംബജീവിതത്തിൽ സമാധാനമില്ല. കാര്യമായിരുന്നപ്പോൾ നീ കഷ്ടത ഉണ്ടാകുന്നതിന് മുമ്പ് വഴിതെറ്റിപ്പോയെന്ന് 119-ാം സങ്കീർത്തനം 67 പറഞ്ഞപ്പോഴ് ഞാൻ ഓർത്തു പോകുകയാണ്. എന്നാൽ വേറൊരു വചനം നമ്മൾ പറയുന്നുണ്ട്, പലരും ഇതിനകത്തിരിക്കുന്ന ചോദിക്കുന്നത്, ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലേ? ദൈവം ഒന്നും ഇല്ലേ? എന്തിയെ? ദൈവം എവിടെ പോയി? ദൈവത്തിന് സഹായിക്കാൻ പറ്റിയില്ലേ? ദൈവം എന്റെ പ്രാർത്ഥനയും കണ്ണുനീരും കാണുന്നില്ലേ? ഇനി പ്രാർത്ഥിച്ചിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല, ഇനി വചനം കേട്ടിട്ട് വലിയ പ്രയോജനമില്ല. അങ്ങനൊക്കെ പറഞ്ഞ് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു വലിയ സമൂഹത്തെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിലെ 27-ാമത്തെ വചനം പറയുന്നു, ആക്ട്സ് ചാപ്റ്റർ 17:27, ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. അതാണ് നമ്മുടെ തീം എന്താണ്? ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, അതുകൊണ്ട് ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. അതെ, ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും എനിക്ക് ഉണ്ടായപ്പോഴാണ് ഞാൻ ദൈവത്തെ വിളിക്കാൻ വന്നത്, ദൈവകാര്യത്തിന് ഓടി നടക്കാൻ തുടങ്ങിയത്. എനിക്ക് ജോലി നഷ്ടപ്പെട്ടു പോയപ്പോൾ, എൻ്റെ വിവാഹം നടക്കാതെ വന്നപ്പോൾ, എന്നിട്ട് ഇത്രയെല്ലാം ഓടി നടന്നിട്ടും എനിക്കിത് സംഭവിച്ചല്ലോ, എൻ്റെ പ്രാർത്ഥനകളൊന്നും ദൈവം കേൾക്കുന്നില്ല എന്ന് നിങ്ങൾ പറയും. നിന്റെ നയനങ്ങൾ എപ്പോൾ ദൈവത്തെ ദർശിക്കുന്നുവോ അപ്പോൾ നിന്റെ കഷ്ടപ്പാടുകളും വേദനകളും വിട്ടുമാറും. അപ്പൊ നീ ദൈവത്തെ ദർശിക്കും, നിന്റെ കാര്യം കാണാനായിട്ട് നീ നട്ടോട്ടം ഓടി നടക്കരുത്.
എൻ്റെ ആവശ്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രാർത്ഥനയിലും അല്ലെങ്കിൽ നോയമ്പും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള നേർച്ച കാഴ്ചകളൊക്കെ സമർപ്പിക്കരുത്. അത് വളരെ വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. ബൈബിളിനകത്ത് ശരിക്കും പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് അവർ ചോദിച്ചത് അവർക്ക് ലഭിച്ചു, എന്നാൽ അതിന്റെ കൂടെ മാരക രോഗം കൂടെ ഞാൻ അവർക്ക് കൊടുത്തെന്ന് പറയും. അപ്പം ചോദിച്ചു മേടിക്കുന്നതിന് നല്ല, ദുരിതങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നതിലും നല്ലത്, ഏറ്റവും നല്ലതാ. നമുക്കറിയാം എബ്രഹാം ലൂക്കാസ് സാറ് പറഞ്ഞ പോലെ ഒരു വചനം എടുത്തായിരുന്നു. എന്നാ നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോടെ തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടപ്പാടുകൾ നിസ്സാരമായിട്ട് നമുക്ക് കാണണം. കാര്യം നമ്മളിലേക്ക് തിരിയണം. എൻ്റെ പ്രവൃത്തിയുടെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത്. എനിക്ക് ആരോഗ്യമുണ്ടായിരുന്നപ്പോൾ, എനിക്ക് എനിക്ക് സമ്പത്തുണ്ടായിരുന്നപ്പോൾ, ഞാൻ നട്ടോട്ടം ഓടി നടന്നപ്പോൾ, ഞാൻ ദൈവത്തെ മറന്ന് ജീവിച്ചതിന്റെ ഫലമാണെന്ന് സങ്കീർത്തനം 119:67 പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു പോകുകയായിരുന്നു. ശരിയല്ലേ? ശരിയല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് ചിന്തിക്കാതെ, എന്തുകൊണ്ടാണ് എൻ്റെ വേദനകളും വ്രണങ്ങളും നിമിത്തം ഞാൻ സ്വർഗ്ഗസ്ഥനായ പിതാവിനെ ദുഷിച്ചു പറയാതെ എൻ്റെ പ്രവൃത്തികളോർത്ത് ഒന്ന് അനുദപിച്ചു നോക്ക്. ഞാൻ ചെയ്തു പോയ തെറ്റുകളെ, ഞാൻ ചെയ്തു പോയ പാപങ്ങളെയൊക്കെ ഒന്ന് അനുദപിക്കാമെങ്കിൽ ഇതിന് വെളിപ്പെടാനിരിക്കുന്ന മഹത്വം, അതായത് നമുക്ക് അനുഗ്രഹം നൽകാനിരിക്കുന്നത് കാണാൻ നമുക്ക് പറ്റുന്നില്ല. കാണാമറയത്ത അല്ല, കിട്ടുന്ന കാര്യങ്ങളെ കാണാമറയത്ത. ഇപ്പോൾ സംഭവിക്കുന്നത് മാത്രമേ നമുക്കറിയത്തുള്ളൂ. കഴിഞ്ഞ കാലത്ത് സംഭവിച്ചതും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നമുക്കറിയത്തുള്ളൂ. ബാക്കി നിഗൂഢമായിട്ട് കിടക്കുന്നതാ. അതാണ് വെളിപ്പെടാനിരിക്കുന്ന മഹത്വം എന്ന് പറയുന്ന നിഗൂഢതയാ. ആ നിഗൂഢതയിൽ ദൈവത്തിന്റെ രക്ഷയുണ്ട്. കാര്യം രാത്രി മാറിക്കഴിഞ്ഞാൽ പകലുണ്ടെന്ന് നമുക്കറിയാം. അത് വെളിപ്പെട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട്. പക്ഷെ നിഗൂഢമായി കിടക്കുന്ന കാര്യങ്ങളാണ് വെളിപ്പെടാനിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് നിന്നെ അനുഗ്രഹിക്കുവാൻ, നിനക്ക് ജോലി നല്ലത് തരുവാൻ, നിനക്ക് വിദേശത്ത് പോകാൻ ഒക്കെ ദൈവം തമ്പുരാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ അതിനു മുമ്പ് നീ നിന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിനെ ദുഷിച്ചു പറയുക. നിന്റെ പ്രവർത്തികളെ ഓർത്ത് നീ അനുദപിക്കുന്നില്ല. നീ നിന്നിലേക്ക് തിരിയുന്നില്ല. നിന്റെ വാക്കാലും പ്രവർത്തിയാലും ചിന്തയാലും നീ ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് അനുദപിച്ച് ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. അനുദപിക്കുന്ന ഭാവിയെ ചൊല്ലി സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ലൂക്കായുടെ സുവിശേഷം 15-7 വചനം. പലപ്പോഴും നമ്മൾ ഓർക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും, രോഗമായാലും കടബാധ്യതയായാലും ജോലി നഷ്ടപ്പെട്ടു പോയാലും വിവേകം നടക്കാതിരുന്നാലും ഒക്കെ ഭാരപ്പെടേണ്ട. നിന്റെ പ്രവർത്തികൾ ഓർത്ത് നീ അനുദപിച്ചിട്ട് ദൈവത്തെ അന്വേഷിക്കുക. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 17:27 പറഞ്ഞത്, ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരു പക്ഷേ അനുഭവത്തിലൂടെ. ദൈവത്തെ അന്വേഷിച്ച് വരുമ്പോൾ അനുഭവം ഉണ്ടാകും. അതുകൊണ്ടല്ലേ നമ്മുടെ തീമിൽ എടുത്ത ആ വചനം പറഞ്ഞത്, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി. ഈ ദുരിതം, കഷ്ടപ്പാടും വേദനയും വന്നില്ല, ദൈവത്തെ വിളിക്കത്തില്ല. ദൈവത്തിൽ നിന്ന് വളരെ ദൂരെ പോവും. ഏതെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോഴല്ലേ നമ്മൾ ദൈവത്തെ വിളിക്കുന്നത്. അതെല്ലാം തികഞ്ഞവരാണെങ്കിൽ ദൈവവും ഇല്ല, പിന്നെ മനുഷ്യരും ഇല്ല, ഒന്നുമില്ല. അഹങ്കരിച്ച് നമ്മളെ മതിമറന്ന് ജീവിക്കും. അങ്ങനെ ജീവിച്ചതിന്റെ ഫലമായിട്ടായിരിക്കും ഒരുപക്ഷെ ഇപ്പോൾ തകർച്ചകൾ വന്നത്. എങ്കിൽ ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കഷ്ടത വന്നാലും പ്രയാസം വന്നാലും തമ്പുരാൻ നിന്നിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. നീ അവിടുത്തെ അന്വേഷിക്കണം, നീ അവിടുത്തെ കാണണം. അപ്പോൾ നിന്റെ ഗുരുവിനെ നീ ദർശിക്കുമ്പോൾ നിന്റെ പ്രശ്നം വിട്ടുമാറും. ഞാൻ എൻ്റെ കണ്ണുപർവ്വതങ്ങളെ കുറിച്ച് എനിക്ക് സഹായം ഇവിടുന്ന് വരും, എനിക്ക് സഹായം ആകാശവും ഭൂമിയും കർത്താവിൽ നിന്ന്. അപ്പൊ കണ്ണുകൾ കർത്താവിലേക്ക് ഉയർത്തി നീ കർത്താവിനെ ദർശിക്കണം. നീ നിന്റെ പ്രശ്നങ്ങളെ ദർശിച്ചുകൊണ്ടിരിക്കുക. പ്രശ്നങ്ങളെ എടുത്ത് പിന്നിലേക്ക് വലിച്ചെറിഞ്ഞ് നിന്റെ മുമ്പിൽ രക്ഷിക്കാൻ കഴിവുള്ള യേശുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് ജീവിക്കുമ്പോൾ നിശ്ചയമായിട്ടും നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഈശോ നിനക്ക് വെളിപ്പെടാനിരിക്കുന്ന കാര്യങ്ങൾ, നിഗൂഢമായിരിക്കുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തി തരും. നിനക്ക് നല്ല ജോലി കിട്ടും, നിനക്ക് വിദേശത്ത് പോകാൻ പറ്റും, നിന്റെ ക്യാൻസർ മാറും, നിന്റെ പ്രശ്നം മാറും. ഇപ്പോഴോ നമ്മുടെ മുമ്പിൽ ക്യാൻസറാ, നമ്മുടെ മുമ്പിൽ കഷ്ടപ്പാടുകളാ, വേദനകളാ. എന്നിട്ട് മനമൊരു കർത്താവിനെ ശപിക്കുക. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ, ഞാൻ അവിടെ പോയി ഇതെടുത്തു, ഞാൻ ഇവിടെ നേർച്ച കാഴ്ചകൾ കൊടുത്തു, ഞാൻ എത്ര പ്രാവശ്യം പോയി, ബ്രദർ പറഞ്ഞിട്ട് 3 പ്രാവശ്യം ഞാൻ അവിടെ 9 ചൊവ്വാഴ്ച പോയി, എന്നിട്ടും എൻ്റെ അതാ നമ്മള് കർത്താവ് എന്തിയേ. അതുകൊണ്ടാ പറഞ്ഞ സങ്കീർത്തനം 32:6 വചനം പറയുന്നുണ്ട്, കഷ്ടത കരകവിഞ്ഞൊഴിയാലും അത് നിങ്ങളെ ബാധിക്കത്തില്ല. ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ കഷ്ടത കരകവിഞ്ഞൊഴിഞ്ഞാലും അത് നിങ്ങളെ
നിങ്ങളോട് സമീപിക്കത്തില്ല എന്നുള്ള ഒരു വചനം നിങ്ങളൊന്ന് എടുത്തു വായിക്കേ. ആകയാൽ ദൈവപുത്ര ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥനയാണ് ഏറ്റവും ആവശ്യം. ദൈവസന്നിധി വന്ന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടിയത്, അല്ല പ്രാർത്ഥനയിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയല്ല വേണ്ടത്. കൂടുതൽ കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ഞാൻ ചെയ്തു പോയ തെറ്റുകൾക്കാണ് ഇത് ഞാൻ അനുഭവിക്കുന്നതെങ്കിൽ അതിനെ ഓർത്ത് അനുതപിച്ച് അതിനെ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞ് നന്മയെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിന്റെ സമയത്ത് ഇങ്ങനെയുള്ള അവസ്ഥകളിൽ പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും കഷ്ടത എത്രമാത്രം വലുത് വന്നാലും അത് അവരെ സമീപിക്കുകയില്ല. കണ്ടോ, വ്യക്തമായിട്ട് പറയുക, അത് അവരെ സമീപിക്കത്ത് പോലും ഇല്ല. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ സന്നിധി പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാം. അതുപോലെ സങ്കീർത്തനം 22:24 പറയുന്നുണ്ട്. സങ്കീർത്തനം 22-24 പറയുകയാണ്, എന്നാൽ പീഡിതന്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല. കണ്ടോ, പീഡിപ്പിക്കുന്നവരെ, കഷ്ടപ്പെടുന്നവരെ, വേദനിക്കുന്നവരുടെ കണ്ണുനീര് കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. കാണുന്നുണ്ട്, പക്ഷെ യഥാർത്ഥമായ ഒരു അനുതാപം നിന്നിലേക്ക് വന്നിട്ടുണ്ടോ? നിന്റെ ചെയ്തികളെ ഓർത്ത് നീ പശ്ചാത്തപിച്ചിട്ടുണ്ടോ? നീ അതിനെ വെറുത്ത് ഉപേക്ഷിക്കാൻ തയ്യാറാണോ? എങ്കിൽ നിന്റെ ദൈവം നന്മകൾ കൊണ്ട് നിറഞ്ഞവനാ. തിന്മയില്ല, ലേശം പോലുമില്ല, പാപം ലേശം പോലും ഇല്ലാത്ത ദൈവം തമ്പുരാന്റെ മുമ്പിൽ പരിശുദ്ധനായിരിക്കുന്ന പോലെ നീയും പരിശുദ്ധനായി ജീവിക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ അദൃശ്യമായ ശക്തി നിന്നിലേക്ക് വരും. ഇവിടെ നമുക്ക് ചോദിച്ച ഉടനെ ഇങ്ങോട്ട് കൊട്ടയ്ക്കകത്ത് എടുത്ത് കമത്തി നമ്മുടെ മുമ്പിലോട്ട് ഇട്ടു തന്നാ ദൈവം നല്ലതാ. ഓ, ജോർജ് ബ്രദറും നല്ലതാ, പ്രാർത്ഥനക്കാരും നല്ലതാ. ചോദിക്കുന്നത് കിട്ടിയില്ലെങ്കിലോ, ഓ അവര് പറഞ്ഞപ്പോ ഞാൻ അവിടെ പോയി, ഇവര് പറഞ്ഞപ്പോ ഞാൻ ഇവിടെ പോയി. നിങ്ങളെ ഇതിന്റെ കണക്കുകൾ പറയാതെ നിന്റെ പാപങ്ങളുടെ കണക്കൊന്ന് എണ്ണി നോക്ക്. നിന്റെ പാപങ്ങളുടെ കണക്ക് നീ ഒന്ന് എണ്ണി നോക്ക്. ദൈവം നിന്റെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളൊന്ന് നീ എണ്ണി നോക്കിയോ? ദൈവം നിന്റെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളെ പ്രതി നീ എന്ത് പകരം കൊടുക്കും? സങ്കീർത്തനം വിളിച്ച് പറയുകയാണ്, നീ എന്ത് പകരം കൊടുക്കും? 106-ാം സങ്കീർത്തനത്തിൽ 12-ാമത്തെ വചനം, ദൈവം നിന്റെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളെ പ്രതി നീ എന്ത് പകരം കൊടുക്കും? പക്ഷെ നമുക്ക് പകരം കൊടുക്കാൻ ഒന്നുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവര്, ദൈവസന്നിധി നമ്മളൊന്ന് ഓർക്കണം. ദൈവസന്നിധി ഞാൻ ഓർക്കേണ്ട ഒരു കാര്യമുള്ളൂ, ദൈവം എൻ്റെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന ആ ഇത് ഓർത്താലേ ഞാൻ പകരം കൊടുക്കേണ്ടത് കർത്താവിന്റെ പാനപാത്രം എടുത്ത് സ്തോത്രം ചെയ്യണം. അത് നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? അത് നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് 107-ാം സങ്കീർത്തനം 19-ാമത്തെ വചനം പറഞ്ഞു, അപ്പോൾ അവരെ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചു, അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്നും രക്ഷിച്ചു, അവിടുന്ന് തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുതൽ കൊടുത്തു. അപ്പം ദൈവത്തെ വിളിച്ചപേക്ഷിക്കാനും ദൈവത്തെ അറിയാനുമായിട്ട് നമുക്ക് വന്നിരിക്കുന്ന ദുരിതങ്ങളും വേദനകളും ഒക്കെ തമ്പുരാന്റെ മുമ്പേ നമ്മളൊന്ന് വിട്ടുകൊടുക്കണം. അത് നമ്മൾ വിട്ടുകൊടുക്കാറില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ വിട്ടുകൊടുക്കണം, എന്നാലേ ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ ദുഃഖങ്ങളും വേദനകളും കണക്കൂട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ അവിടെ 9 പ്രാവശ്യം ചൊവ്വാഴ്ച പോയി, ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു, ഞാൻ ഉപവാസ പ്രാർത്ഥന, ഇതൊക്കെ കണക്കുണ്ടേ. 116-ാം സങ്കീർത്തനം 12-ാമത്തെ വചനം, 116-ാം സങ്കീർത്തനം 12-ലാ പറയുന്നത്, ദൈവം നമ്മുടെ മേൽ, കർത്താവ് നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്ത് പകരം കൊടുക്കും? ഒറ്റ കാര്യം നമുക്ക് ചെയ്യാം, രക്ഷയുണ്ട്. രക്ഷയുടെ പാനപാത്രം എടുത്ത് കർത്താവിന്റെ നാമം ഞാൻ വിളിച്ചപേക്ഷിക്കും. രക്ഷയുടെ പാനപാത്രം എടുത്ത് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കണം. രക്ഷയുണ്ട് എന്ന് നീ വിളിച്ചു പറയണം. അങ്ങനെ പറയുന്നവൻ രക്ഷ പ്രാപിക്കും. പക്ഷെ നമ്മളെ ദൈവത്തെ ദുഷിക്കുക. വേറെ ഒരു വചനം ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ പലപ്പോഴും അത് ചിന്തിക്കാറില്ല. സങ്കീർത്തനം 42-ാം അധ്യായത്തിലെ 10-ാമത്തെ വചനത്തിലേക്ക് നമ്മൾ സങ്കീർത്തനമൊക്കെ ഒരുപാട് വായിക്കേണ്ടതാ. 10-ാമത്തെ വചനത്തിലേക്ക് പോകുമ്പോൾ നിന്റെ ദൈവം എവിടെ എന്ന് നിന്റെ ആൾക്കാരൊക്കെ ചോദിക്കും. നീ പ്രാർത്ഥിക്കും, നിന്റെ മക്കൾ ചോദിക്കും, ഭാര്യ ചോദിക്കും, ഭർത്താവ് ചോദിക്കും, നീ ഇത്ര നാളും ഓടി നടന്ന് പ്രാർത്ഥിച്ചിട്ട് എന്ത് ചെയ്യാൻ നിന്റെ ദൈവം? അതാ പറഞ്ഞ് 42-ാം അധ്യായം 10-ാമത്തെ വചനം പറയുന്ന സങ്കീർത്തനം, നിന്റെ ദൈവം എവിടെ എന്ന് ശത്രുക്കൾ എന്നോട് ചോദിക്കുന്നു. മാരകമായ മുറിവ് പോലെ അത് നിന്ദനം ഞാൻ ഏൽക്കുന്നു. ഒരു മാരകമായ മുറിവാ, ശരിയാ. ധ്യാനിക്കുമ്പോഴും ഒക്കെ നീയൊക്കെ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് നിന്റെ ദൈവം എന്തിയേ? ഓ, നീ പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? മരുമക്കൾ ചോദിക്കും ചിലപ്പം. കുത്തുവാക്കുകൾ കൊണ്ട്. ദൈവം നിന്നെ അകന്നിരുന്നിട്ടില്ല, ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല.
കഷ്ടതയുടെ അപ്പം, ക്ലേശത്തിന്റെ ജലം തന്നാലും കഷ്ടതയുടെ അപ്പം എന്ന് വെച്ചാൽ ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും ഒറ്റപ്പെടലുകളും ഒക്കെ ആയിരിക്കാം. കണ്ണുനീര്, അതാണ് ക്ലേശത്തിന്റെ ജലം. കണ്ണുനീര്, ക്ലേശത്തിന്റെ ജലം എന്ന് പറഞ്ഞാൽ കണ്ണുനീരാ. കണ്ണുനീര് തൂകുമ്പോൾ മനസ്സലിയുന്ന ഒരു ദൈവം. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തി തരും. അപ്പം കണ്ണുനീര് വാർത്തവൻ നിന്റെ കാര്യം നടത്തി തരും. നിന്റെ കണ്ണുനീര് കുപ്പി ശേഖരിച്ചു വെച്ചിരിക്കുന്നെന്ന് സങ്കീർത്തനം 56:10 പറയുന്നില്ലേ? 8 മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. നിന്റെ കണ്ണുനീര് കുപ്പിയിലാണ് ശേഖരിച്ച്. കാര്യം കണ്ണുനീര് വാർത്തവൻ നിന്റെ കാര്യം നടത്തി തരും. നീ ദൈവത്തെ പഴിച്ചാതെ, ദൈവത്തെ പുച്ഛിച്ചു തള്ളാതെ, നിന്റെ ദൈവം എവിടെയെന്ന് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ നീ ആ മാരകമായ മുറിവ് പോലെ നിന്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കാതെ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് നിരാശപ്പെടുന്ന ഒരു മാരകമായ ഒരു ദുഃഖം ഈ പിശാച് കൊണ്ട് നിന്റെ ഹൃദയത്തിൽ തരിക. നിരാശ, പ്രത്യാശ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ. കർത്താവിന് ഒരു സെക്കൻഡ് മതി. പക്ഷെ നിന്റെ നിരാശ ഒരിക്കലും പ്രത്യാശ ഒരിക്കലും നിരാശരാക്കത്തില്ല. റോമ 5:5 പറയുന്നുണ്ട്, പ്രത്യാശ ഒരിക്കലും നമ്മളെ നിരാശരാക്കില്ല. പക്ഷെ നിരാശ നമ്മളെ പ്രത്യാശയിലേക്ക് കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യാശയുള്ളവരായിട്ട് കഴിയണം. ദുർബലരാകരുത്, ധൈര്യമായിട്ടിരിക്കണം. കർത്താവ് ഇടപെടാൻ നമ്മൾ വിട്ടുകൊടുക്കണം. സങ്കീർത്തനം 27:14 പറയുന്നു, Psalms chapter 27:14, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക, ദുർബലരാകാതെ. ദുർബലത എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചെന്തിയെ, ആ മരുമോളി വെച്ച് നിന്റെ ദൈവം എന്തിയേ? അമ്മായിമ്മ പോവുക, രാവിലെ പോകും, കൊന്ത എടുത്തോണ്ട് പോകും, പള്ളിയിൽ പോകും, അവിടെ പോയി ഉപവസിക്കും, ഇവിടെ പോയി നേർച്ച കാഴ്ചകൾ, എന്നിട്ട് എന്തിയെ? എന്തെങ്കിലും സംഭവിച്ചോ? എവിടെ പോയി നിങ്ങളുടെ ദൈവം? മാരകമായ മുറിവ് പോലെ നമ്മുടെ ഹൃദയത്തിൽ അത് കുത്തിക്കേറുമ്പോൾ ഓർത്തുകൊള്ളുക, നിന്റെ പ്രത്യാശ നീ കൈവെടിയരുത്. ഏത് സാഹചര്യത്തിലും ദൈവത്തെ മുറുകെ പിടിച്ച്, നമ്മുടെ ആവശ്യങ്ങൾ മുറുകെ പിടിച്ച് നാം ദൈവഭക്തിയോട് ജീവിക്കുമ്പോൾ നിനക്ക് 2 കാര്യത്തിലും വിജയം നൽകുമെന്ന് സഭാപ്രസംഗി 7:18 പറയുന്നു. എഗ്ലേഷ്യസ് ചാപ്റ്റർ 7:18 വ്യക്തമായിട്ട് വിളിച്ചു പറയുകയാണ്, ദൈവഭക്തർക്ക് ഒന്നിൽ പിടിമുറുകുമ്പോൾ, ദൈവത്തെ മുറുകെ പിടിക്കുമ്പോൾ മറ്റൊന്നിൽ നിന്ന് പിടിവിടാതെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ രോഗം, നിന്റെ കടബാധ്യത നീ വിടണ്ട, നീ മുറുകെ പിടി. നിന്റെ ദൈവം എവിടെയെന്ന് ആരെല്ലാം ചോദിച്ചാൽ നീ വിടരുത്, നീ ദൈവത്തെ അങ്ങ് മുറുകെ പിടിച്ചേക്കണം. പിന്നെ മറ്റേ കാര്യവും വിട്ടുകൊടുക്കണ്ട, അതിലും പിടിച്ചോണം. എന്നാൽ ദൈവഭക്തന് രണ്ടിലും വിജയം കിട്ടും, രണ്ടിലും. പക്ഷെ നമ്മളോ ഒന്നീ ദൈവത്തെ മുറുകെ പിടിക്കും, ഇല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെ മുറുകെ പിടിക്കും, ദൈവത്തെ അങ്ങ് വിട്ടുകൊടുക്കും. എന്നിട്ട് പ്രശ്നങ്ങൾ പിടിച്ചോണ്ട് നടക്കുക, എന്നിട്ട് ദൈവത്തിന് കൊടുക്കത്തുമില്ല. ആ പ്രശ്നം നിന്നെ വഷളാക്കും. ദൈവത്തെ ആദ്യം മുറുകെ അങ്ങ് പിടി. ഒരു കാരണവശാലും ദൈവത്തെ വിട്ടുകൊടുക്കരുത്. ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നീ നിന്റെ പ്രശ്നങ്ങളെയും പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഭക്തിയുള്ളവരായിട്ട് ജീവിക്ക്. നിനക്ക് 2ലും വിജയം കിട്ടും. കാര്യം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകന്നും പോകത്തില്ല. ദൈവത്തോട് കൂടുതൽ നിനക്ക് വിശ്വാസം വർദ്ധിക്കും, പ്രാർത്ഥന ജീവിതം ശക്തിപ്പെടും, നിന്റെ കാര്യവും സാധിച്ചു കിട്ടും. 2ലും വിജയമായിരിക്കും. പക്ഷെ നമുക്കിതൊന്നും സാധിക്കുന്നില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ദൈവസന്നിധിയിലെ 119 സങ്കീർത്തനത്തിലെ വീണ്ടും നമ്മൾ പറയാം, 143 തിരുവചനം, 119 സങ്കീർത്തനത്തിലെ 143 തിരുവചനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ പറയേ, കഷ്ടതയും തീവ്രവേദനയും എന്നെ ഗ്രസിച്ചു, എന്നാൽ അങ്ങയുടെ പ്രമാണങ്ങൾ എനിക്ക് ആനന്ദം പകരുന്നു. ദൈവത്തിന്റെ പ്രാർത്ഥനയും വിശ്വാസത്തിലും ദൈവത്തിലുള്ള പ്രത്യാശയിലും നമുക്ക് ആനന്ദം കണ്ടെത്തണം. പരിശുദ്ധ മറിയം പറഞ്ഞ പോലെ, എന്റെ ചിത്തം എന്റെ കർത്താവിൽ ആനന്ദിക്കുന്നു, എന്റെ ചിത്തം എന്റെ കർത്താവിൽ ആനന്ദിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വർദ്ധിക്കും. അപ്പൊ നമ്മൾ ഒരു ഭാഗ്യവാനായി ഭാഗ്യവതിയായിട്ട് മാറണമെങ്കിൽ, ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്തു തരണമെങ്കിൽ നിന്റെ ചിത്തം, നിന്റെ മനസ്സ്, നിന്റെ എല്ലാം ദൈവത്തിൽ ആനന്ദിക്കാനായിട്ട് പഠിക്കണം. അവരത് പറഞ്ഞു, എന്തിയെ നിന്റെ ദൈവം, നീ പ്രാർത്ഥിച്ചിട്ട് നിന്റെ കാര്യം നടക്കുന്നില്ലല്ലോ, നിനക്ക് പോകാൻ പറ്റിയില്ലല്ലോ, നിന്റെ രോഗം മാറുന്നില്ലല്ലോ. വേണ്ട, അതവിടെ കിടന്നിട്ടേ. കർത്താവിന്റെ കൃപ മതി നിനക്ക്. ആ കൃപയിൽ ആശ്രയിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, കൃപയാലാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്. നിനക്ക് എന്റെ കൃപ മതിയെന്ന് പൗലോസിന്റെ പറഞ്ഞ പോലെ, ആ മുള്ള അവിടെ ഇരിക്കട്ടെ, നിനക്ക് എന്റെ കൃപ മതിയെന്ന് പൗലോസിന്റെ പറഞ്ഞതുപോലെ
അതുകൊണ്ടാണ് പാട്ടുകാരന്മാർ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ്, അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അവന്റെ ചുവടുകളെ അനുഗമിച്ചിടുന്നു. അവൻ വഴികളെ ശരിക്കറിയാനവൻ അവന്റെ ചുവടുകളെ അനുഗമിച്ച് ഒരിക്കലും നമ്മൾ വിട്ടുമാറുന്നില്ല. ആ ചുവടുകളിൽ നിന്ന് ഫോളോ മീ, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ഏത് വന്നാലും പ്രശ്നങ്ങൾ വന്നാലും പരിഹാരം യേശുവിൽ ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടുകൂടി അടിയുറച്ച് ദൈവത്തെ മുറുകെ പിടിച്ചാൽ നീ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കും. പക്ഷേ നിന്റെ പ്രശ്നങ്ങൾ സാധിച്ചു തന്നാൽ ദൈവം നല്ലത്, പ്രാർത്ഥന നല്ലത്, വചനപ്രഘോഷണം നല്ലത് എന്ന് നീ പറയുന്ന മിഥ്യയാണ്. എല്ലാ കാര്യങ്ങളും ഒന്നും കിട്ടണമെന്ന് നിയമമില്ല. പക്ഷെ നിനക്ക് ദൈവത്തിന്റെ കൃപ പോരെ. ആ കൃപയെ നീ രക്ഷപ്രാപിച്ചാൽ പോരെ. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ദൈവം കണ്ടോളും. ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടല്ലോ. നിന്റെ പദ്ധതി തൂത്തെറി, പദ്ധതി എടുത്ത് ചപ്പ് ചവറിന്റെ അകത്തോട്ട് വലിച്ചെറി. എന്നിട്ട് ദൈവത്തിന്റെ പദ്ധതിയെ മുറുകപ്പിടി, ദൈവത്തെ മുറുകപ്പിടി. അപ്പൊ നീ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കും. അതിന് പകരം ദൈവത്തെ പുച്ഛിച്ച് പറഞ്ഞ് ഞാൻ ഇനി പ്രാർത്ഥിക്കുന്നില്ല, വചനം കേൾക്കുന്നില്ല, ഇനി ഉപവാസവും ഇല്ല, ഒന്നുമില്ല എന്നും പറഞ്ഞോണ്ട് പിശാച് പിശാച് അലറി വിളിച്ചോണ്ട് ചിരിക്കുക. പൊട്ടികളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിശാച് തരുന്ന പ്രലോഭനത്തിൽ വീണു പോകരുത്. ഞാൻ ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി, ഞാൻ മരിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി. അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഏത് പ്രശ്നം വന്നാലും എൻ്റെ ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ ജീവിക്കും. എൻ്റെ ദൈവത്തെ വിട്ടൊരു കളി എനിക്ക് വേണ്ട എന്ന് ഒരു തീരുമാനം ഈ രാത്രിയിലൊന്ന് എടുത്തേ. നിന്റെ കാര്യത്തിൽ ദൈവം ശ്രദ്ധാലുവാണ്. തക്ക സമയത്ത് നിന്നെ അവിടെ നിന്ന് ഉയർത്തും. 1 പത്രോസ് 5-ാം അധ്യായത്തിൽ 6-7 വചനത്തിലേക്ക് നമ്മൾ പോകുമ്പോ 6-ാമത്തെ വചനം മതി. അവിടുത്തെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നീ ഇരുന്നു കൊടുക്ക. ആകുലതകളും ഉത്കണ്ഠകളും ഒക്കെ വിട്ടുകൊടുക്ക. ആകുലതകളും ഉത്കണ്ഠകളുവാ. ഇനിയും ടിക്കറ്റ് വന്നില്ലെങ്കിൽ ഉത്കണ്ഠ, വിസ അടിച്ചില്ലെങ്കിൽ ആകുലത, ഉറക്കം കെടുത്തും, ശരീരത്തെ കാർന്നു തിന്നുന്ന വലിയ ഒരു തിന്മയുടെ ആസക്തി സാത്താൻ നിന്റെ മുമ്പിൽ കൊണ്ടിട്ടേക്കുക. നിരാശ, പ്രത്യാശ ഇല്ലാതെ പോവുക. എന്നിട്ട് ദൈവത്തെ പഴി തരിക. എന്നിട്ട് മറ്റുള്ളവരും ചോദിക്കും നീ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചു. മക്കൾ ചോദിക്കും മമ്മി ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം നടന്നില്ലല്ലോ എന്ന്. ചങ്കിക്കുത്തുന്ന വർത്താനങ്ങൾ കേൾക്കും. പക്ഷേ ഇതൊന്നും കേട്ട് നമ്മൾ ആകുലപ്പെടണ്ട. നമുക്ക് വെളിപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ. വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടപ്പാടുകൾ നിസ്സാരമായിട്ട് കാണണം. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ദുരിതങ്ങൾ എനിക്ക് ഉപകാരമാകണം. കഷ്ടപ്പാടുകളും ജോലി നഷ്ടപ്പെട്ടു പോയതും അതൊരു ഉപകാരമാകുന്നു. എങ്ങനെ? എനിക്ക് ദൈവത്തെ വിളിക്കാനും എനിക്ക് ദൈവസന്നിധി വരാനും ഒരവസരം ദൈവം ഒരുക്കിയതാണല്ലോ. അതേ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തമ്പുരാൻ ചെയ്യും. അതിന് വ്യക്തമായിട്ട് തന്നേക്കുന്ന വചനമാണ്. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. എങ്കിലും ദൈവം നിങ്ങളിൽ ആരിൽ നിന്നും അകലെയല്ല. ആരിൽ നിന്നും. നീ എത്ര പാപിയായിക്കോട്ടെ, നീ എത്ര തകർന്നവളായിക്കോട്ടെ, ദൈവം നിന്നിൽ നിന്ന് അകന്നല്ല. പക്ഷെ നീ അകന്നു പോകുന്നു. അകന്നു പോയത് കൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്. ആ വചനം ഞാൻ ഓർക്കുക. ഞാൻ ഇത്രയും വർഷം വചനം പറഞ്ഞിട്ട് ആ വചനം എനിക്ക് ഇന്ന് എനിക്ക് കിട്ടിയതാ. ഏത്? 119-ാം സങ്കീർത്തനം 67. കഷ്ടതകൾ വരുന്നതിന് മുമ്പ് ഞാൻ വഴിതെറ്റിപ്പോയി. വഴിതെറ്റിയപ്പോൾ എനിക്ക് കഷ്ടതകൾ വന്നു. ആ ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി. കാര്യം എനിക്ക് കർത്താവിലേക്ക് തിരിയാൻ പറ്റി, അനുദപിക്കാൻ പറ്റി, ദൈവസന്നിധിയിലേക്ക് എനിക്ക് കൂടുതൽ അടുക്കാൻ പറ്റി എന്നുള്ള ചിന്ത മനസ്സിൽ വന്നാൽ മതി. അപ്പോൾ വെളിപ്പെടാനിരിക്കുന്ന നിഗൂഢമായി കിടക്കുന്ന കാര്യങ്ങൾ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തന്ന് നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഈ വചനത്തിന് അനധിയോഗ്യതയാൽ നിങ്ങളെ ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വചനം ഒന്നുപോലും പരാജയപ്പെടത്തില്ല. കാര്യം എൻ്റെ അതിർത്തിയിൽ നിന്ന് വരുന്ന വചനം ഒന്നുപോലും പരാജയപ്പെടത്തില്ല. അത് തിരിച്ച് എന്നിലേക്ക് വരുത്തില്ല. അത് ഫലം പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും. മഴയും മഞ്ഞും ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് വീഴുന്നത് പോലെ അത് ഭൂമിയെ നനച്ച് സസ്യങ്ങൾ മുളപ്പിച്ച് വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരത്തിനും തരുന്നത് പോലെ എൻ്റെ അതിർത്തിൽ നിന്ന് വരുന്ന വചനവും അപ്രകാരം തന്നെയെന്ന് യെശയ്യാ പ്രവാചകൻ 55-ാം അധ്യായത്തില് 10 മുതൽ 12 വരെ, ഐസയ്യാ ചാപ്റ്റർ 55 വേഴ്സ് 10 to 12. ഞാൻ ഈ പറഞ്ഞ വചനം അതാ. ഒരു കാരണവശാലും എൻ്റെ അതിർത്തിയിൽ നിന്ന് വരുന്ന വചനങ്ങൾ ഒരിക്കലും എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരാറില്ല. അത് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെ പരമേൽപ്പിച്ച് നിങ്ങൾ ചെയ്യും. നിന്നെ ഈ രാജ്യത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരും. ഉൽപ്പത്തി 28:15 പറയുന്നു. ജെനസിസ് ചാപ്റ്റർ 28:15. ഇതാ ദൈവമായ കർത്താവ് നിന്റെ കൂടെയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം നിന്നെ കാത്തു സൂക്ഷിക്കും.
നിന്നോട് പറഞ്ഞതൊക്കെ നീ ചെയ്യുന്നത് വരെ, നിന്നെ ഈ രാജ്യത്തിലേക്ക് കൊണ്ടുവരുന്നവരെ ഞാൻ നിന്നെ കൈവിടത്തില്ല. നിന്നോട് പറഞ്ഞതൊക്കെ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുക തന്നെ ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ നീ ചെയ്തേ പറ്റൂ. എന്നാലും നിന്റെ പ്രശ്നം മാറത്തുള്ളൂ. ധ്യാനത്തിന് വാ, സൂമി കയറ്, പ്രാർത്ഥന കേക്ക്, വചനം കേക്ക് എന്നൊക്കെ പറയുന്ന ഇതിനാ. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, അതുകൊണ്ട് ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചു. നമുക്ക് വെള്ളിയും ഞായറും തിങ്കളും നമുക്കുണ്ടല്ലോ. തിരുവചനം കേൾക്കുന്നത് എത്ര നല്ലത്. ദൈവസ്വരമാണ്, വചനം ദൈവമാണ്. അതിന് ഉപേക്ഷ വിചാരിക്കണ്ട. മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഒരു അവസരം ഒരുക്കുകയാണ് വേണ്ടിയത്. അല്ലെ, നമുക്ക് ഉച്ഛിഷ്ടമായതല്ല ദൈവത്തിന് കൊടുക്കേണ്ടത്. എല്ലാത്തിനും സമയമെടുക്കും, എല്ലാത്തിനും സമയമുണ്ട് പോകാനും ചെയ്യാനും. പക്ഷെ ദൈവത്തിന് നമ്മൾ ഉച്ഛിഷ്ടമായതാ കൊടുക്കുന്ന. സമയം കിട്ടുമ്പോൾ അല്ല, ആദ്യം ദൈവത്തിന് സമയം നമ്മളെ ആക്കി വെക്കണം. ദൈവത്തിന്റെ സന്നിധിയിൽ സമയം നമ്മൾ കണ്ടെത്തണം ദൈവകാര്യത്തിന് വേണ്ടി. എന്നിട്ട് മതി ബാക്കിയുള്ള കാര്യത്തിന് സമയം ഉണ്ടാക്കാൻ. എല്ലാം ദൈവം തമ്പുരാൻ നയിച്ചുകൊള്ളും. പക്ഷേ എല്ലാം ഉച്ഛിഷ്ടമായിട്ട് ദൈവത്തിന് വേണ്ടി എല്ലാം ഉച്ഛിഷ്ടമായിട്ട് തള്ളിക്കളയുമ്പോൾ ദൈവം നിനക്ക് ഒരുപാട് കാര്യങ്ങൾ അനുഗ്രഹിക്കും. പക്ഷെ നമ്മൾ ഉച്ഛിഷ്ടമായ സമയം ദൈവത്തിന് കൊടുക്കും. അത് നല്ലതല്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.